തെക്കൻ കേരളത്തിന് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റും വീശും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ മാനസ ചേരുന്നുണ്ട്. മാനസ, അടുത്ത 5 ദിവസത്തേക്ക് മഴ തുടരുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വരുന്നത്. ഇന്ന് ഏതെങ്കിലും ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ടോ? അവിടെ ഇന്ന് 10 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. അതോടൊപ്പം തന്നെ 2 ജില്ലകളിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പുമുണ്ട്. അതിതീവ്ര മഴ ഇന്നും നാളെയുമാണ് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള ദിവസങ്ങളിലൊന്നും കാര്യമായ രീതിയിൽ ഓറഞ്ചോ റെഡോ അലർട്ടുകൾ ഇല്ല. പക്ഷേ യെല്ലോ അലർട്ടുകൾ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിതീവ്ര മഴ ഇന്നും നാളെയും തുടരും. എന്നാൽ ശക്തമായ രീതിയിലുള്ള മഴ വരും ദിവസങ്ങളിൽ ലഭിക്കും എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ കാലവർഷം നേരത്തെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഈ 24 ഈ ന്യൂനമർദ്ദം അതിതീവ്രമാകാൻ സാധ്യതയുണ്ട്. ശേഷം ഈ കേരള തീരത്തേക്ക് കാലവർഷം ഉടനെത്തും എന്ന നിഗമനത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ചക്രവാത ചുഴിയും തെക്കൻ തമിഴ്നാട് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ സ്വാധീന ഫലമായാണ് ഈ ദിവസങ്ങളിലൊക്കെയും ഇവിടെ മഴ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഈ തീവ്രമഴ മുന്നറിയിപ്പ് തുടരുന്ന ഈ സാഹചര്യത്തിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ച എല്ലാ ജില്ലകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിലക്ക് തുടരുകയാണ്. ഒപ്പം മത്സ്യബന്ധനം നടത്താൻ പാടില്ല എന്ന മുന്നറിയിപ്പും തുടരുകയാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടാൻ പാടില്ല എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ രാത്രി യാത്ര നടത്താൻ പാടില്ല എന്നും നിർദ്ദേശമുണ്ട്.